ओम शांति। बाबा कहते, मीठे बच्चे, स्वीट बाप आया है तुम बच्चों को इस कड़वी दुनिया से निकाल स्वीट बनाने, इसलिए बहुत बहुत സ്വീറ്റ് ബനോ. 9/8/2020 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, മധുരമായ ബാബ വന്നിരിക്കുകയാണ്. നിങ്ങൾ കുട്ടികളെ ഈ കൈപ്പേറിയ ലോകത്തിൽ നിന്നും മധുരമാക്കി മാറ്റുന്നതിന് വേണ്ടി. അതുകൊണ്ട് വളരെ വളരെ മധുരതയുള്ളവരായി മാറൂ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, മധുരമായ ബാബ വന്നിരിക്കുകയാണ്. നിങ്ങൾ കുട്ടികൾക്ക് കുട്ടികളെ ഈ കൈപ്പേറിയ ലോകത്തിൽ നിന്നും മധുരമായ കുട്ടികളാക്കി മാറ്റുന്നതിന് വേണ്ടി. ഇപ്പൊ ഈ കൈപ്പേറിയ ലോകത്തിൽ നിന്നും നമ്മളെ മധുരമാക്കി മാറ്റുവാനായിട്ടാണ് ബാബ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ വളരെ വളരെ മധുരതയുള്ളവരായി മാറൂ. ചോദ്യം, अभी तुम बच्चों को इस पुरानी दुनिया से नफरत क्यों आई है? ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഈ പഴയ ലോകത്തോട് എന്തുകൊണ്ടാണ് വെറുപ്പ് വന്നിരിക്കുന്നത്? നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ പഴയ ലോകത്തോട് വെറുപ്പാണ്. എന്തുകൊണ്ടാണ്? ബാബ പറയുന്നു ഉത്തരം, ക്യോങ്കി ഇസ് ദുനിയ കുംഭി പാക് നരക് ബൻ ഗയി ഹി, ഇസ്മേ സബ് കടുവേ ഹി. ബാബ പറയാണ്, ഈ ലോകം ഭയാനകമായ നരകമാണ്. അപ്പൊ ഭയാനകമായ നരകം പോലെ ആയിത്തീർന്നിരിക്കുകയാണ് ഈ ലോകം. ഇവിടെ എല്ലാവരും കയ്പ് നിറഞ്ഞവരായിരിക്കുന്നു. കടുവ പതീതുക്കോ കഹ ജാത്ത ഹെ. കയ്പ് നിറഞ്ഞവർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പതീതരെയാണ്. സ വിഷയ വൈതരണി നദിമേ ഗോത്ത ഗാത്തെ രേത്തെ. എല്ലാവരും വിഷയ വൈതരണി നദിയിൽ മുങ്ങി പൊങ്ങി ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലിയേ തുമേ അബ് ഇസ്സേ നഫ്രത് ആത്തി ഹെ. അതുകൊണ്ടാണ് നമുക്ക് ഈ പഴയ ലോകത്തിനോട് വെറുപ്പ് തോന്നുന്നത്. അതുകൊണ്ടാണ് ബാബ, സ്വീറ്റ് ആയിട്ടുള്ള ബാബ വന്നിരിക്കുന്നത്. കൈപ്പേറിയ ലോകത്തിൽ നിന്നും നമ്മളെ എന്ത് ചെയ്യാണ്? ബാബ വന്ന് തെരഞ്ഞെടുത്ത് ഈ കൈപ്പേറിയ ലോകത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മളെ മധുരതയുള്ളവരാക്കി മാറ്റുകയാണ്, അല്ലേ? ബാബ കുട്ടികളോട് എന്താ പറയുന്നത്? നിങ്ങൾ വളരെ വളരെ മധുരതയുള്ളവരാണ്. എന്തുകൊണ്ടാ ബാബ പറഞ്ഞത്? കാരണം ഇത് ഭയാനകമായ നരകമായി തീർന്നിരിക്കുന്നു. ഇവിടെ എല്ലാവരും തന്നെ കയ്പ് നിറഞ്ഞവരായി തീർന്നിരിക്കുന്നു. പതീതരെയാണ് കയ്പ് നിറഞ്ഞവർ എന്ന് വിളിക്കുന്നത്, അല്ലെ? എല്ലാവരും ഈ വിഷയ വൈതരണി നദിയിൽ ഇങ്ങനെ പൊങ്ങിയും പൊങ്ങിയും ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാബ പറയാണ്, ബാബ അല്ലെ, അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തോട് നമ്മൾ കുട്ടികൾക്ക് വെറുപ്പ് തോന്നുന്നത്. ചോദ്യം, മനുഷ്യോക്കോ ഏക് ഹി പ്രശ്ന മേ ദോ ഭൂലെ, वो कौन सा प्रश्न और कौन सी भूले? മനുഷ്യർക്ക് ഒരേ ചോദ്യത്തിൽ രണ്ട് തെറ്റുകളാണ്. അത് ഏത് ചോദ്യമാണ്, ഏതാണ് ആ തെറ്റുകൾ? അപ്പൊ ബാബ പറഞ്ഞു, ഒരേ ഒരു ചോദ്യത്തില് രണ്ട് തെറ്റുകളാണ്. അപ്പൊ ഏതാണ് ആ ചോദ്യം, ഏതാണ് ആ തെറ്റുകൾ? മനുഷ്യ कहते हैं मेरे मन को शांति कैसे हो. മനുഷ്യര് പറയുന്നത് എന്താണ്? എന്റെ മനസ്സിന് ശാന്തി എങ്ങനെ ലഭിക്കും? तो ये कौन सा प्रश्न है? तो इसमें पहली भूल, मन शांत कैसे हो सकता है जब तक शरीर से अलग ना हो. और दूसरी भूल, जबकि कहते हैं ईश्वर के सब रूप है, परमात्मा सर्वव्यापी है, फिर शांति किसको चाहिए? അപ്പോ മനുഷ്യര് ചോദിക്കുന്നത് മനസ്സിന് എങ്ങനെയാണ് ശാന്തി ലഭിക്കുക? അപ്പൊ ബാബ പറയാണ്, അതിലെ ആദ്യത്തെ തെറ്റ്, മനസ്സ് എങ്ങനെ ശാന്തമാകും? ഈ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടാത്തിടത്തോളം കാലം, എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോ അല്ലെ, നമുക്ക് ശാന്തി ലഭിക്കണമെങ്കിൽ, കാരണം ഇത് ദുഃഖധാമമല്ലേ, ഇവിടെ നമുക്ക് ശാന്തി ലഭിക്കണമെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകണം, അപ്പോഴേ ശാന്തി ലഭിക്കുള്ളൂ. അപ്പൊ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകാത്തിടത്തോളം, വേർപെടാത്തിടത്തോളം അല്ലെ, എങ്ങനെയാണ് മനസ്സിന് ശാന്തി ലഭിക്കുക?
രണ്ടാമത് പറയുന്നത് എന്താണ്? ഈശ്വരൻ സർവ്യാപിയാണ്, അല്ലെ? ഈശ്വരൻ സർവ്യാപിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈശ്വരൻ സർവ്യാപിയാണ്, എല്ലാം ഈശ്വരന്റെ രൂപമാണ്, പരമാത്മാവ് സർവ്യാപിയാണ് എന്ന് പറയുമ്പോ പിന്നെ ഇവിടെ ആർക്കാ ശാന്തി വേണ്ടത്? കാരണം പരമാത്മാവിന് സമാനം എല്ലാവരും ശാന്തിയുടെ മഹാസമുദ്രങ്ങളായില്ലേ. പിന്നെ ഇവിടെ ആർക്കാണ് ശാന്തി ആവശ്യം? കോന്തേ എല്ലാവരും പരമാത്മാവാണെങ്കിൽ പിന്നെ ഇവിടെയുള്ള ആളുകൾക്ക് ശാന്തി ആരാ കൊടുക്കുന്നത്? അല്ലെ? അപ്പോ ബാബ പറഞ്ഞത് ഇതാണ് ആ രണ്ട് തെറ്റുകൾ. ഓം ശാന്തി. തും ബच्चे जानते हो ശാന്തി ധാം സേ പാപ് ആയാ ഹുവാ. നമ്മൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ശാന്തി ധാമത്തിൽ നിന്നും ബാബ വന്നിരിക്കുകയാണ്. ബच्चों से पूछते हैं किस विचार में बैठे हो. കുട്ടികളോട് ബാബ ചോദിക്കുകയാണ്, കുട്ടികളെ ഏത് വിചാരത്തിലാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? തും ജാനത്തെ ഹോ ബാബ് സ്വീറ്റ് ഹോം ശാന്തി ധാം സേ ആയേ ഹുവേ. കുട്ടികൾക്കറിയാം ബാബ മധുരമായ വീട്ടിലേക്ക് പോവുകയാണ്. അതായത് അല്ലെ, മധുരമായിട്ടുള്ള വീട്ടിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അച്ഛൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? മധുരമായ വീട്ടിൽ നിന്നാണ്, ശാന്തി ധാമത്തിൽ നിന്നാണ്. അല്ലെ, എന്തിനു വേണ്ടിയാണ് ബാബ വന്നിരിക്കുന്നത്? സുഖധാം ലേ ജാനെ കെലിയെ, നമ്മളെ സുഖധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട്, അല്ലെ, മധുരമായ വീട്ടിൽ നിന്നും ശാന്തി ധാമത്തിൽ നിന്നും ബാബ വന്നിരിക്കുന്നു. ബാബ കഹത്തെ ഹേ അബ് തും അപ്നെ സ്വീറ്റ് ഹോം കോ യാദ് കർ രഹേ ഹോ. ബാബ ചോദിക്കുകയാണ്, കുട്ടികളെ നിങ്ങൾ തന്റെ മധുരമായ വീടിനെ ഓർമ്മിക്കുന്നുണ്ടോ? അല്ലെ, ബാബ ചോദിക്കുകയാണ്, മധുരമായ വീടിനെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഓർ കുച്ച് ബി യാദ് ആത്ത രഹത്ത ഹേ. അതോ വേറെ എന്തെങ്കിലുമൊക്കെയാണോ, മറ്റെന്തെങ്കിലുമൊക്കെയാണോ കുട്ടികളുടെ മനസ്സിലേക്ക് ഓർമ്മകളായിട്ട് വരുന്നത്? അതോ മധുരമായ വീടിനെ കുട്ടികൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഏ ദുനിയ കൊയ് സ്വീറ്റ് നഹീ ഹെ, കടുവി ഹെ, ബഹുത് കടുവി ഹെ. ബാബ പറയാണ്, ഈ ലോകം മധുരമൊന്നുമല്ല, ഈ ലോകം വളരെ കയ്പ് നിറഞ്ഞതാണ്, വളരെയധികം കയ്പാണ് എന്ന് ബാബ പറയാണ്. കടുവി ചീസ് ദുഃഖ ദേനെ വാലി ഹോതി ഹെ. കയ്പുള്ള വസ്തുക്കൾ എപ്പോഴും നമുക്ക് ദുഃഖം നൽകുന്നതായിരിക്കും, കയ്പുള്ള വസ്തുക്കൾ. तो बच्चे जानते हैं अब हम സ്വീറ്റ് ഹോം ജാനെ വാലെ ഹെ. നമ്മൾ കുട്ടികൾക്ക് അറിയാം, നമ്മൾ ഇപ്പോൾ നമ്മുടെ മധുരമായ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ പോകുന്നവരാണ്. ഹമാര ബേഹദ് കാ ബാപ് ബഡാ സ്വീറ്റ് ഹെ. നമ്മുടെ പരിധികളില്ലാത്ത അച്ഛൻ വളരെയധികം സ്വീറ്റ് ആണ്, വളരെ മധുരമുള്ളവനാണ് നമ്മുടെ പരിധികളില്ലാത്ത അച്ഛൻ. ബാക്കി ഓർ ജോ ബാപ്പ് ഹെ, ജോ ബി ബാപ്പ് ഹെ, ഈ സമയം ബഹുത് കടുവി പതി ചീച്ചി ഹെ. ബാക്കി ഇവിടെ ഏതൊരു അച്ഛനുണ്ടെങ്കിലും, പരിധികളില്ലാത്ത അച്ഛനാണ് ഇവിടെ വളരെയധികം സ്വീറ്റ് ആയിട്ടുള്ളത്. ബാക്കി ഇവിടെ ഏതൊരു അച്ഛനുണ്ടെങ്കിലും ബാബ പറയാണ്, ആ ഏതൊരു അച്ഛനും പതീതമാണ്, അല്ലെ, കയ്പ് നിറഞ്ഞവനാണ്, ചീച്ചിയാണ്, അല്ലെ, വളരെയധികം ചീത്തയാണ്. എന്നുവെച്ചാല് ബാബ പറയണം ആത്മാവ് പതീതമായി തീർന്നിരിക്കുകയാണ് ഇവിടെ. ഏതോ ഹേ സബീക ബേഹദ് കബാബ്. പക്ഷെ ഇവിടെ നമ്മളെല്ലാ കുട്ടികൾക്കും ലഭിച്ചിരിക്കുന്നത് പരിധികളില്ലാത്ത അച്ഛനെയാണ്. അപ്പൊ കിസ്കെ മത് പർ ശരണാഗി. ബാബ ചോദിക്കുകയാണ്, കുട്ടികളെ ഇപ്പൊ ലൗകിക അച്ഛന്റെ വഴിയിലൂടെയാണ് നടക്കേണ്ടത്, അല്ലെ, പാരലൗകിക അച്ഛന്റെ വഴിയിലൂടെയാണ് നടക്കേണ്ടത്? പരിധികളില്ലാത്ത അച്ഛന്റെ വഴിയിലൂടെയാണോ നടക്കേണ്ടത്? ആരുടെ വഴിയിലൂടെയാണ് നടക്കേണ്ടത്? ബേഹദ് കാ ബാബ് കഹത്തെ ഹേ ബच्चे അബ് അപ്നെ ശാന്തിധാം കോ യാദ് കരോ. പരിധികളില്ലാത്ത അച്ഛൻ പറയാണ്, കുട്ടികളെ ഇപ്പോൾ നിങ്ങൾ തന്റെ ശാന്തിധാമത്തെ ഓർമ്മിക്കൂ. സാത്മേ സുഖധാം കോ ഭി യാദ് കരോ. ഒപ്പം തന്നെ സുഖധാമത്തെയും ഓർമ്മിക്കൂ. അപ്പൊ ശാന്തിധാമത്തെ ഓർമ്മിക്കൂ, ഒപ്പം സുഖധാമത്തെയും ഓർമ്മിക്കൂ. ഈ ദുഃഖധാം കോ ഭൂൽ ജാവോ. ബാബ പറയാണ്, കുട്ടികളെ ഈ ദുഃഖധാമത്തെ നിങ്ങൾ മറക്കൂ. ഇൻകോ തോ ബഹുത് കടാ നാം ദിയാ ഗയാ ഹെ. ബാബ പറയാണ്, ഈ ദുഃഖധാമത്തിന്, ഈ കലിയുഗത്തിന്, ദുഃഖധാമത്തിന് വളരെ കടുത്ത പേരാണ് നൽകിയിരിക്കുന്നത്. വളരെ കടുത്ത പേരാണ് നൽകിയിരിക്കുന്നത്. എന്താണ്? കുംഭി പാക് നരക്, ഭയാനകമായ ഭീകരമായ നരകം എന്നാണ്, അല്ലെ, ഈ ദുഃഖധാമത്തിന് നൽകിയിരിക്കുന്ന പേര്. ഇസ്മേ വിഷയ് വൈതരണി നദി ബഹതി ഹെ. ഈ ഭയാനകമായ നരകത്തിലാണ് വിഷയ വൈതരണി നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ബാബ് സംജാത്തെ ഹെ യേ സാരി ദുനിയ വിഷയ് വൈതരണി നദി. ഈ മുഴുവൻ ലോകവും
വിഷയ വൈതരണി നദിയാണ് എന്ന് ബാബ പറയാണ്. സബ് ഈ സമയ ദുഃഖ പാരഹി, ഈ സമയത്ത് എല്ലാവരും തന്നെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലിയെ നഫറത്ത് ഹോത്തി ഹെ, അതുകൊണ്ടാണ് നമുക്ക് അല്ലെ ഈ ലോകത്തിനോട് വെറുപ്പ് തോന്നുന്നത്. കാരണം ഈ ലോകത്തിലെ ഈ സമയത്ത് എല്ലാവരും ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദുഃഖം നിറഞ്ഞ ലോകത്തെ നമ്മൾ വെറുക്കുന്നു. ബഹുത് ഗന്ദി ദുനിയാ ഹെ, ഇത് വളരെ ചീത്ത ലോകമാണ്. ഇസേ വൈരാഗ്യ ആനാ ചാഹിയെ, ഇതിനോട് നമുക്ക് ഒരുപാട് വൈരാഗ്യം ഉണ്ടായിരിക്കണം. ജैसे സന്യാസിയോं को വൈരാഗ്യ आता है, എങ്ങനെ സന്യാസികൾക്ക് വൈരാഗ്യം ഉണ്ടാകും. ഗർബാർ സേ, എന്തിനോടാണ് വൈരാഗ്യം ഉണ്ടാകുന്നത് സന്യാസികൾക്ക്? വീടിനോടും കുടുംബത്തോടും എല്ലാം വൈരാഗ്യം ഉണ്ടാവുകയാണ്. ബഹുത് സമസ്തേ ഹി സ്ത്രീ നാഗിൻ ഹെ, ഗർമേ രേന ഗോയ നരകമേ രേന ഹെ ഗോത്താ കാന ഹെ. എന്താ വിചാരിക്കുന്നേ സന്യാസികൾ? എന്താ വിചാരിക്കുന്നേ? സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർപ്പമാണെന്നാ വിചാരിക്കുന്നത്, സർപ്പിനിയാണെന്ന് വിചാരിക്കുന്നു അല്ലെ. അപ്പൊ നമ്മൾ വീട്ടിൽ ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീയാണ് നരകത്തിന്റെ വാതില്, സ്ത്രീ കാരണമാണ് മനുഷ്യന്റെ വികാരങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നു അല്ലെ? വീട്ടിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ നരകത്തിൽ ജീവിക്കുന്നതിന് തുല്യമാണ് എന്ന് വിചാരിച്ചിട്ട് അല്ലെ, ഇവിടെ നമ്മള് വിഷയ വൈതരണി നദിയിൽ ഇങ്ങനെ മുങ്ങി പൊങ്ങി ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതെല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ് അല്ലെ. വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ചിട്ട് സന്യാസിമാര് പോകുന്നു. യൂന്തോ ദോനോ ഹി നരകക്കെ ദ്വാർ ഹെ, ബാബ പറയാണ് അങ്ങനെ സ്ത്രീ മാത്രമല്ല നരകത്തിന്റെ വാതിലായിരിക്കുന്നത്, സ്ത്രീയും പുരുഷനും നരകത്തിന്റെ വാതിൽ തന്നെയാണ്. तो इनको स्वर्ग में अच्छा नहीं लगता, इसलिए जंगल में चले जाती है, घर में अच्छा नहीं लगता. അപ്പൊ ബാബ പറയാണ് സന്യാസികൾക്ക് തന്റെ വീട് ഇഷ്ടപ്പെടുന്നില്ല, തന്റെ വീട്ടിലുള്ള ജീവിതം ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് അവര് കാട്ടിലേക്ക് പോവുകയാണ്. തും ഗർബാർ ചോടത്തെ നഹിക്കോ ഗർമേ രഹത്തെ ഹോ, പക്ഷെ നിങ്ങൾ കുട്ടികള് ഒരിക്കലും വീടും കുടുംബം ഉപേക്ഷിക്കുന്നവരല്ല, നിങ്ങൾ വീട്ടിൽ തന്നെ വസിക്കുന്നവരാണ് അല്ലെ. വീടും കുടുംബവും ഒന്നും ഉപേക്ഷിച്ചിട്ട് ബാബയുടെ കുട്ടികള് പോകുന്നില്ല അല്ലെ, വീട്ടിൽ തന്നെയാണ് വസിക്കുന്നത്. ജ്ഞാൻസെ സമസ്തേ ഹോ ബാബ് ബച്ചോ കോ സംജാത്തെ ഹെ അല്ലെ, കാരണം ജ്ഞാനത്തിലൂടെ നമ്മള് വളരെ വിവേകപൂർവ്വം കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് അല്ലെ. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഈ വിഷയ വൈതരണി നദി, ബാബ പറയാണ് ഇത് വിഷയ വൈതരണി നദിയാണ്. സബ് ഭ്രഷ്ടാചാരി ബൻതേ രഹത്തെ ഹെ, എല്ലാവരും ഇവിടെ ഭ്രഷ്ടാചാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജ്ഞാനസെ സമസ്തേ ഹോ ബാബ് ബച്ചോ കോ സംജാത്തെ ഹെ യേ വിഷയ വൈതരണി നദി ഹെ അല്ലെ. ഇവിടെ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ് ഇത് വിഷയ വൈതരണി നദിയാണ്. സബ് ഭ്രഷ്ടാചാരി ബൻതേ രഹത്തെ, ഇവിടെ എല്ലാവരും തന്നെ ഭ്രഷ്ടാചാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അഭി തും ബച്ചോ കോ സുഗതം ലേ ജായെങ്കെ അല്ലെ, ബാബ വന്നിട്ട് ഈ സമയത്ത് കുട്ടികളെ ശാന്തി ധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ ബാബ പറയാണ് ഇവിടെ എല്ലാവരും ഭ്രഷ്ടാചാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ബാബ കുട്ടികളെ ശാന്തി ധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. വഹാസെ തുംകോ ക്ഷീർ സാഗർ മേ ഭേജ് ദേംഗെ, അങ്ങനെ ശാന്തി ധാമത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ബാബ അവിടെ നിന്ന് നമ്മൾ കുട്ടികളെ ക്ഷീരസാഗരത്തിലേക്ക് അയക്കുകയാണ്. സാരി ദുനിയാ സെ വൈരാഗ്യ ദിലാത്തെ ഹി ക്യോങ്കി ഇസ് ദുനിയാ മേ ശാന്തി ഹെ നഹി, മുഴുവൻ ലോകത്തോടും ബാബ വൈരാഗ്യം ഉണർത്തി തരികയാണ്, കാരണം ഈ ലോകത്തില് ശാന്തിയേ ഇല്ല. സബ് മനുഷ്യ മാത്ര ശാന്തി കെ ലിയെ ഇത്ന മാതാ മർത്തെ രഹത്തെ ഹെ, എല്ലാ മനുഷ്യരും ശാന്തിക്ക് വേണ്ടി എത്രമാത്രം തലയിട്ടുടച്ചുകൊണ്ടിരിക്കുന്നു. സന്യാസി ആദി കോയി ഭി ആയെങ്കെ തോ കഹെങ്കെ മൻകോ ശാന്തി ചാഹിയേ, ഇനി സന്യാസികള് വരികയാണെങ്കിൽ അവരും എന്താ പറയുന്നത്? മനസ്സിന് ശാന്തി വേണം അല്ലെ. എല്ലാവർക്കും ശാന്തിയാണ് ആവശ്യം. മുക്തി ധാമേ ജാനാ ചാഹത്തി ഹെ, മനസ്സിന് ശാന്തി ആവശ്യമായതുകൊണ്ട് മുക്തി ധാമത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്ത് പറയുന്നു? മനസ്സിന് ശാന്തി വേണം എന്ന് പറയുകയാണ്.
तो इस दुनिया में शांति है नहीं. പക്ഷെ ഈ ലോകത്തിൽ ശാന്തിയേ ഇല്ല. सब मनुष्य मात्र शांति के लिए कितना माता मरते रहते. എല്ലാ മനുഷ്യരും ശാന്തിക്ക് വേണ്ടി എത്രമാത്രം തലയിട്ടുടച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ, അതിന് ശാന്തി തേടി അലയാണ്. तो सन्यासी आदि कोई भी आएंगे कहेंगे मन को शांति चाहिए. സന്യാസികളൊക്കെ വരികയാണെങ്കിൽ അവരും പറയുന്നത് മനസ്സിന് ശാന്തി വേണം. कितना माता मरते रहते. तो सन्यासी आदि कोई भी आएंगे तो മുക്തിധാം ജാനാ ചാഹത്തെ. സന്യാസിമാര് മുക്തിധാമത്തിലേക്ക് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രശ്ന ഹി കേസ പൂച്ഛത്തെ ഹെ മൻ തോ ശാന്ത് ഹോ നഹി സക്ത. ചോദ്യങ്ങൾ പോലും എങ്ങനെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, പറയുന്നത് മനസ്സ് ഒരിക്കലും ശാന്തമാകുന്നില്ല, മനസ്സിന് ശാന്തമാകാൻ കഴിയുന്നില്ല. ജബ് തക് ആത്മാ ശരീർ സെ അലഗ് നാ ഹോ. ആത്മാവ് ഈ ശരീരത്തിൽ നിന്നും വേർപെടാത്തിടത്തോളം അല്ലെ മനസ്സിന് ശാന്തി ലഭിക്കുന്നില്ല, മനസ്സ് ശാന്തമാകുന്നില്ല. ഏക് തോ കഹത്തെ ഹെ ഈശ്വർ സർവ്വവ്യാപി. ഒരു ഭാഗത്ത് പറയുന്നത് ഈശ്വരൻ സർവ്വവ്യാപിയാണ്. ഹം സബ് ഈശ്വർ കെ രൂപ ഹെ. ഫിർ യേ പ്രശ്ന ക്യോ. നമ്മൾ എല്ലാവരും ഈശ്വരന്റെ രൂപമാണ് എങ്കിൽ പിന്നെ മനസ്സിന് ശാന്തി വേണം എന്നുള്ള, മനസ്സിന് ശാന്തി എങ്ങനെ ലഭിക്കും എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി എന്താണ്? ഈശ്വർക്ക് ശാന്തി ക്യോ ചാഹിയെ. നമ്മളെല്ലാം ഈശ്വരനാണ്, ഈശ്വരൻ സർവ്വവ്യാപിയാണ് അല്ലെ, എന്നിലും നിങ്ങളിലും എല്ലാം ഈശ്വരനുണ്ട് എങ്കിൽ ഈശ്വരൻ എന്തിനാ ശാന്തി? ശാന്തിയുടെ സാഗരത്തിന് എന്തിനാണ് ശാന്തിയുടെ ആവശ്യം? तो बाप समझाते हैं ശാന്തി तो तुम्हारे गले का हार. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ ശാന്തി നിങ്ങളുടെ കഴുത്തിലെ മാലയാണ്. തും കഹത്തെ ഹോ ഹംകോ ശാന്തി ചാഹിയെ. അല്ലെ, ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ശാന്തി വേണം. പെലെ ബത്താവോ ഹം കോൻ ഹെ. ആദ്യം പറയൂ ഞാൻ ആരാണ്. അല്ലെ, ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാൻ ആരാണ്. ആത്മാ അപ്നെ സ്വധർമ്മ ഓർ നിവാസ് സ്ഥാൻ കോ ഭൂൽ ഗയി. ആത്മാവ് തന്റെ സ്വധർമ്മത്തെ, തന്റെ നിവാസ സ്ഥാനത്തെ മറന്നുപോയിരിക്കുന്നു. ബാബ കഹത്തെ ഹെ തും ആത്മാ ശാന്ത സ്വരൂപ ഹോ. ബാബ പറയാണ് നിങ്ങൾ ആത്മാവ് ശാന്ത സ്വരൂപമാണ്. तो ശാന്തി ദേശ് കി രഹനെ വാലി ഹോ. അല്ലെ, കുട്ടികൾ ആരാണ്? ശാന്തിയുടെ ദേശത്തിൽ നിവസിക്കുന്നവരാണ്. തും അപ്നെ സ്വീറ്റ് ഹോം സ്വീറ്റ് ഫാദർ കോ ഭൂൽ ഗയേ ഹോ. നിങ്ങൾ തന്റെ മധുരമായ വീടിനെയും മധുരമായ അച്ഛനെയും മറന്നു പോയിരിക്കുന്നു. ഭഗവാൻ ഹോത്താ ഹി ഹേ ഏക് ഓർ ഭഗത് ഹേ അനേക്. ഭഗവാൻ ഒന്നേയുള്ളൂ, പക്ഷെ ഭക്തർ അനേകമുണ്ട്. അല്ലെ, ഭഗവാൻ ഒന്നേയുള്ളൂ, ഭക്തരിന്ന് അനേകമുണ്ട്. ഉनको ഭഗവാൻ കേസെ കഹെങ്കെ. അപ്പൊ ഭക്തരും എല്ലാവരും ഭഗവാനാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഭക്തോ സാധന പ്രാർത്ഥന കർത്തെ. ഭക്തര് സാധന ചെയ്യുന്നു അല്ലെ, പ്രാർത്ഥന ചെയ്യുന്നു. ഹേ ഭഗവാൻ പരന്തു ഭഗവാൻ കോ ഭി ജാനത്തെ നഹീ. അപ്പൊ ഭഗവാൻ അല്ലെ, ഭക്തര് പ്രാർത്ഥന ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു അല്ലെ, ഭക്തര് സാധന ചെയ്യുന്നു, പ്രാർത്ഥന ചെയ്യുന്നു. അപ്പോ ഹേ ഭഗവാൻ എന്ന് ഭഗവാനെ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരന്തു ഭഗവാൻ കോ ഭി ജാനത്തെ നഹീ. പക്ഷെ ഭഗവാൻ ആരാണെന്ന് അറിഞ്ഞിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? അല്ലെ, ഭക്തര് ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഭഗവാൻ ആരാണെന്ന് അവർക്ക് അറിയില്ല. ഇസ്ലിയെ ദുഃഖി ബൻ പടേ. അതുകൊണ്ട് തന്നെയാണ് ഭക്തര് വളരെയധികം ദുഃഖികളായി മാറിയിരിക്കുന്നത്. അഭി തും സമജ് ഗയേ ഹോ അസുൽ മേ ഹം ശാന്തിധാം കെ രഹവാസി. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കറിയാം, യഥാർത്ഥത്തിൽ നമ്മൾ ശാന്തിധാമത്തിൽ നിവസിക്കുന്നവരാണ്. അല്ലെ, അത് നമ്മൾ കുട്ടികൾക്കറിയാം. നമ്മുടെ നിവാസ സ്ഥാനം, നമ്മുടെ സ്വന്തമായ വീട് ശാന്തിധാമമാണ് എന്ന് നമ്മൾ കുട്ടികൾക്ക് അറിയാം. तो സുഗതാം മേ ഗയേ ഫിർ രാവൺ രാജ് മേ ആയേ. അപ്പൊ നമ്മള് ശാന്തിധാമത്തിൽ നിവസിക്കുന്നവരായിരുന്നു, അവിടെ നിന്ന് നമ്മൾ സുഖധാമത്തിലേക്ക് വന്നു അല്ലെ, പിന്നീട് നമ്മൾ രാവണ രാജ്യത്തിലേക്ക് വന്നു. തും ഓൾറൗണ്ട് പാർട്ട് ബജാനെ വാലേ. ബാബ പറയാണ്, അങ്ങനെ സത്യുഗം മുതൽ കലിയുഗത്തിന്റെ അന്ത്യം വരെയും നമ്മൾ കുട്ടികള് അല്ലെ
എന്താണ് ഓൾറൗണ്ടർ പാർട്ട് അഭിനയിക്കുന്നവരാണ്. പെലെത്തും സത്യയുഗമേതേ, ആദ്യം നമ്മൾ കുട്ടികൾ സത്യയുഗത്തിൽ ഉണ്ടായിരുന്നു. ഭാരത് സുഗതാംത, ഭാരതം സുഗതാമമായിരുന്നു. അഭിത്തോ ദുഃഖദാമഹി, ഈ സമയത്ത് ദുഃഖദാമമാണ്. തും ആത്മായെ ശാന്തി ധാമേ രഹത്തി ഹോ, ഫിർ ഭി വഹാ ഹി രഹത്തെ ഹി. നമ്മൾ ആത്മാക്കള് നിവസിച്ചിരുന്നത് ശാന്തിധാമത്തിലാണ്. ബാബയും നിവസിച്ചിരുന്നത് ശാന്തിധാമത്തിലാണ്. ബാബയുടെയും നിവാസസ്ഥാനം ശാന്തിധാമമാണ്. ബാക്കി ഫിർ മഹിമ പതിത പാവൻ ജ്ഞാനസാഗർ. ബാബയുടെ മഹിമ എന്ന് പറയുന്നത് ബാബ പതിത പാവനനാണ്, ജ്ഞാനസാഗരൻ. പാവൻ ബനാത്തെ ഹെ ജ്ഞാൻ സേ, പാവനമാക്കി മാറ്റുന്നത് ജ്ഞാനത്തിലൂടെയാണ്. ജ്ഞാനിക്ക वो सागर है इसलिए ही उन्हें पुकारते हैं. ജ്ഞാനസാഗരനാണ് പരമാത്മാവ്, അതുകൊണ്ടാണ് ജ്ഞാനസാഗരനെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസേ സിദ്ധ ഹേ യഹാ ജ്ഞാൻ നഹി ഹെ, അല്ലെ? അപ്പൊ ജ്ഞാനസാഗരനാണ് പരമാത്മാവ്, അതുകൊണ്ട് ജ്ഞാനസാഗരനെ എല്ലാവരും വിളിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ആർക്കും തന്നെ ജ്ഞാനമില്ല. പരമാത്മാവ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജ്ഞാനം നൽകാൻ പറ്റുള്ളൂ. ബാക്കി ഇവിടെ ആർക്കും തന്നെ ജ്ഞാനമില്ല എന്നുള്ളൊരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. तो अब जब ज्ञान सागर आए तो उससे ज्ञान नदियां निकले, तब ज्ञान स्नान करे. ജ്ഞാനസാഗരൻ എപ്പോഴാണോ ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്, അപ്പോൾ അല്ലെ, ജ്ഞാനസാഗരൻ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മള് ജ്ഞാന നദികൾ ഉണ്ടാകും. ജ്ഞാനസാഗരത്തിൽ നിന്നാണ് ജ്ഞാന നദികൾ പുറപ്പെടുന്നത്. അങ്ങനെ ജ്ഞാന നദികൾ പുറപ്പെടുമ്പോഴാണ് ജ്ഞാന സ്നാനം എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ജ്ഞാന നദികൾ ഒഴുകുമ്പോഴാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ആത്മാക്കള് എന്ത് ചെയ്യുന്നത്, ജ്ഞാന സ്നാനം ചെയ്യുന്നത്. ज्ञान का सागर एक ही परमपिത परमात्मा को कहा जाता है. ജ്ഞാനസാഗരൻ എന്ന് വിളിക്കുന്നത് ഒരേയൊരു പരമപിതാവായ പരമാത്മാവിനെയാണ്. वो जब आए बच्चे पैदा करे तब उनको ज्ञान मिले. എപ്പോഴാണ് ബാബ ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്, പരമാത്മാവ് വന്നിട്ട് തന്റെ കുട്ടികൾക്ക് ജന്മം നൽകുമ്പോഴാണ്. ബാബ പറയാണ്, പരമാത്മാവ് ഇവിടെ വന്നിട്ട് തന്റെ കുട്ടികൾക്ക് ജന്മം നൽകുമ്പോൾ, കുട്ടികൾക്ക് ഈ ജ്ഞാനം നൽകുമ്പോഴാണ് കുട്ടികൾക്ക് സദ്ഗതി ലഭിക്കുന്നത്. ജബ് സെ രാമൻ രാജ് ശുരു ഹോത്താ ഹെ തബ് സെ ഭക്തി ശുരു ഹുയി, അർത്ഥാത് പൂജാരി ബനെ. എപ്പോഴാണോ ഇവിടെ രാവണ രാജ്യം ആരംഭിച്ചത്, അപ്പോൾ മുതൽ ഭക്തിയും ആരംഭിച്ചു, എല്ലാവരും പൂജാരികളായിട്ട് മാറി. അവ ഫിർ തും പൂജ്യ ബൻ രഹേ ഹോ, ഈ സമയത്ത് നമ്മൾ കുട്ടികള് പൂജനീയരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പവിത്ര കോ പൂജ്യ പതിത കോ പൂജാരി കഹ ജാതാ ഹെ. പവിത്രമായവരെ പൂജനീയർ എന്നും, പവിത്രമായ മനുഷ്യർ പൂജനീയരാണ്, പതിതരായിട്ടുള്ളവർ പൂജാരികളാണ്. സന്യാസിയോ കോ ഫുൾ ചടാത്തെ ഹെ മാതാ ടേക്തെ. സന്യാസികളുടെ അടുക്കലും ചെന്ന് അവരിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നുണ്ട്, അവരുടെ കാല് തൊട്ട് വന്ദിക്കുന്നുണ്ട്, അവരുടെ അനുഗ്രഹം മേടിക്കുന്നു. സമസ്തേ ഹെ വോ പാവൻ ഹെ ഹം പതിത് ഹെ. സന്യാസികള് പാവനമാണ്, നമ്മൾ പതിതരാണ് എന്നാണ് വിചാരിക്കുന്നത്, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ബാബ് കഹത്തെ ഹെ ഇസ് ദുനിയാ മേ പാവൻ കോയി നഹി ഹോ സക്ത. ബാബ മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ ഈ ലോകത്തിൽ പാവനമായ ആരും തന്നെയില്ല, ഇവിടെ ആർക്കും തന്നെ പാവനമാകാൻ കഴിയുന്നില്ല. തോ ഏതോ വിഷയ വൈതരണി നദി ഹെ. കാരണം ഈ ലോകം എന്ന് പറയുന്നത് എന്താണ്, വിഷയ വൈതരണി നദിയാണ്. ക്ഷീരസാഗർ വിഷ്ണുപുരിക്കോ കഹ ജാത്ത ഹെ. ക്ഷീരസാഗരം എന്ന് വിളിക്കുന്നത് വിഷ്ണുപുരിയെയാണ്. ജഹാൻ തും രാജ്യം കർത്തേ ഹോ, ആ വിഷ്ണുപുരിയിലാണ് നമ്മൾ രാജ്യം ഭരിച്ചിരുന്നത്. ബാബ് കഹത്തെ ഹെ ബच्चे अपने को आत्मा समझ और स्वीट होम को याद कर. ബാബ പറയാണ്, കുട്ടികളെ സ്വയത്തിനെ ആത്മാവെന്ന് മനസ്സിലാക്കി മധുരമായ വീടിനെ ഓർമ്മിക്കൂ. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി മധുരമായ വീടിനെ ഓർമ്മിക്കും. കർമ്മത്തോ കർണപ്പെടുത്താ ഹെ, ഈ ഭൂമിയിൽ കർമ്മം ചെയ്തേ മതിയാകും. ബच्चे अपने को आत्मा समझो. ഇവിടെ ബാബ പറയാണ്, കുട്ടികളെ സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കൂ.
और सीट को യാദ് കർ. സ്വയം സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കൂ, എന്നിട്ട് മധുരമായ വീടിനെ ഓർമ്മ. कर्म तो करना पड़ता है, पुरुषों को धंधा दोरी, മാതാവോ को घर संभालना पड़ता है. ബാബ പറയാണ് കർമ്മം എല്ലാവരും ചെയ്തേ മതിയാകും. പുരുഷന്മാര് ജോലി ചെയ്യണം, ജോലിക്ക് പോകണം, അമ്മമാര് വീട് സംരക്ഷിക്കണം. तुम भूल जाते हो इसलिए അമൃതവേള का टाइम बहुत अच्छा है. കുട്ടികള് മറക്കുന്നു, അതുകൊണ്ട് ബാബ പറയാണ് അമൃതവേള സമയം ഏറ്റവും നല്ല സമയമാണ്. ഉസ് സമയം യാദ് കർ. കുട്ടികള് ബാബയെ മറക്കുന്നു, കർമ്മക്ഷേത്രത്തിൽ ബിസി ആകുമ്പോൾ മറന്നു പോകുന്നു അല്ലെ. ബാബ പറയണ അമൃതവേള സമയം ഏറ്റവും നല്ല സമയമാണ്. ആ സമയത്ത് കുട്ടികൾ ബാബയുടെ ഓർമ്മയിലിരിക്കണം. അമൃതവേളയിൽ ബാബയുടെ ഓർമ്മയിലിരിക്കണം. तो तुम भूल जाते हो इसलिए अमृतवेला का टाइम बहुत अच्छा है. सबसे अच्छा समय अमृतवेला का है. ഏറ്റവും നല്ല സമയമാണ് അമൃതവേളയുടെ സമയം. ജബ്കി ദോനോ ഫ്രീ ഹെ. എന്തുകൊണ്ട് അമൃതവേളയുടെ സമയം ഏറ്റവും നല്ല സമയമാണെന്ന് പറയുന്നത്? അച്ഛനും മക്കളും ഫ്രീ ആണ്. മക്കളും ഫ്രീ ആയിരിക്കുന്നു, അച്ഛനും ഫ്രീ ആയിരിക്കുന്നു. അതാണ് അമൃതവേളയുടെ പ്രത്യേകത. ജബ്കി ദോനോ ഫ്രീ ഹെ യൂं तो शाम को भी समय मिलता है. രണ്ട് കൂട്ടരും ഫ്രീ ആണെങ്കിൽ ബാബ പറയാണ് സന്ധ്യാസമയത്ത് നിങ്ങൾക്ക് സമയം ലഭിക്കും. परंतु समझो उस समय कोई थके रहते हैं, अच्छा बल आराम करो. ബാബ പറയാണ് ആ സമയത്ത് കുട്ടികൾ വളരെയധികം ക്ഷീണിതരായിരിക്കുന്നു. അച്ഛാ ബൽ ആരാം കരോ സവേരെ ഉടുക്കർ യാദ് കർ. അല്ലെ, നമ്മൾ വിശ്രമിച്ചോളൂ, പക്ഷെ എന്താണ് അതിരാവിലെ സന്ധ്യാസമയത്ത് അല്ലെ നമ്മള് ജോലികളൊക്കെ ചെയ്ത് ഫ്രീ ആവില്ല. ആ സമയം വഴി ക്ഷീണിതരാവും. ബാബ പറയണ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ, നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ ഉണ്ടി വെളുപ്പിനെ ഉണർന്ന് ബാബയുടെ ഓർമ്മയിലിരിക്കും. ആ ആത്മാവോക്ക് ബാബ് അയഹി ലേജാൻ. നമ്മൾ ആത്മാക്കളെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ബാബ വന്നിരിക്കുന്നത്. അഭി 84 ജനം പാർട്ട് പൂരാക്കുക. 84 ജന്മങ്ങളുടെ നമ്മുടെ പാർട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ऐसे ഖയാലത്ത് കർണിച്ചായി. അങ്ങനെ കുട്ടികളെ ചിന്തിക്കണം. तो तुम्हारा सबसे अच्छा कमाई का समय सवेरे. നമുക്ക് ഏറ്റവും കൂടുതൽ പുണ്യത്തിന്റെ സമ്പാദിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് വെളുപ്പിനെയുള്ള സമയമാണ്. ഹബീബി കമായിഹി സത്യുഗമേ കാമേ ആതിഹി. ഇപ്പോൾ നമ്മൾ സമ്പാദിക്കുന്നതാണ് നമുക്ക് സത്യുഗത്തിൽ പ്രയോജനപ്രദമാകുന്നത്. അഭിതം ബാബ്സെ വർഷ പാത്തേക്കു. ഈ സമയത്ത് ബാബയുടെ അടുക്കൽ നിന്ന് നമ്മൾ സ്വത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. വഹാ ജ്ഞാനിക്ക് कोई तकलीफ नहीं है, वहां धनी की कोई तकलीफ नहीं, कोई फिक्रात नहीं है. ബാബ പറയാണ് സത്യത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല, അവിടെ നമുക്ക് യാതൊരു ചിന്താകുലതകളും ഇല്ല. ബാബ് തുമ്മാരി ഇത്രയും ജോലി ഭർ ദേത്തെ ഹൈ, ഫിർ കമായി കെ ലിയെ ഫിക്ർ നഹി രഹതാ. ബാബ നമ്മൾ കുട്ടികളുടെ സഞ്ചി അത്രയും നിറച്ചു തരികയാണ്, പിന്നെ നമുക്ക് സമ്പാദ്യത്തെ കുറിച്ച് ചിന്താകുലരാകേണ്ട കാര്യമേ ഇല്ല. ജഹാ മനുഷ്യർക്കോ കമായിക്ക് കിത്നി ഫിക്രാത്ത് രഹതി ഹൈ. ബാബ പറയാണ് ഇവിടെ മനുഷ്യർക്ക് അല്ലെ സമ്പാദ്യത്തെ കുറിച്ച് എത്രമാത്രം ചിന്തയാണുള്ളത്. ബാബ 21 ജനം കെ ലിയെ ഫിക്രാത്ത് സെ ചുടാ ദേത്തെ ഹൈ. ബാബ 21 ജന്മത്തേക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? എല്ലാ ചിന്താകുലതകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയാണ്. तो सवेरे सवेरे उठकर ऐसा अपने से बातें कर. അതിരാവിലെ ഉണർന്ന് അങ്ങനെ സ്വയത്തോട് സംസാരിക്കും. हम आत्माए परमधाम के निवासी हैं, बाप के बच्चे. എന്താ സംസാരിക്കേണ്ടത്? നമ്മൾ ആത്മാക്കൾ പരംധാമ നിവാസികളാണ്, പരിധികളില്ലാത്ത അച്ഛന്റെ കുട്ടികളാണ്. पहले पहले हम स्वर्ग में जाते हैं, बाप से वर्षा लेते हैं. ഏറ്റവും ആദ്യം നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നു അല്ലെ, അച്ഛന്റെ അടുക്കൽ നിന്നും സ്വത്ത് നേടുകയാണ്. ബാബ് कहते हैं 5000 वर्ष पहले तुम कितने मालामाल थे, ഭാരത് സ്വർഗത. ബാബ പറയാണ്
5000 വർഷം മുമ്പ് നിങ്ങൾ എത്ര സമ്പന്നരായിരുന്നു, എത്ര നിറഞ്ഞവരായിരുന്നു. ഭാരതം സ്വർഗമായിരുന്നു. അബത്തോ ദുഃഖധാമം. ഈ സമയത്ത് ഭാരതം നരകമാണ്, ദുഃഖധാമമാണ്. ഏകേ ബാബ് സർവക സദ്ഗതി ദാതാ ബൻതായി. ഒരേ ഒരു ബാബയാണ് സർവരുടെയും സദ്ഗതി ദാതാവായിട്ട് മാറുന്നത്. ഏക ദോക്കോ യാദ് ദിലാനി ചെയ്യും. ഇവിടെ എന്താ ചെയ്യണ്ടേ? പരസ്പരം സ്മൃതി ഉണർത്തി കൊടുക്കണം. സത്യമേ സിർഫ് ഭാരത ജിസ്കോ സ്വർഗ ജീവൻ മുക്ത് കഹാ ജാത്ത ഹൈ. അപ്പൊ സത്യത്തില് ഭാരതം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഭാരതത്തെയാണ് നമ്മൾ സ്വർഗം, ജീവൻ മുക്ത ദേശം, സ്വർഗം എന്നെല്ലാം വിളിച്ചിരുന്നത് സത്യയുഗത്തെയാണ്. നരകക്കോ ജീവൻ ബന്ദ് കഹാ ജാത്ത ഹൈ. നരകത്തിനെ എന്താ വിളിക്കുന്നത്? ജീവൻ ബന്ധനം എന്നാണ് നരകത്തെ വിളിക്കുന്നത്. എന്നുവെച്ചാല് നരകത്തിലെ എല്ലാ ആത്മാക്കളും ജീവൻ ബന്ധനത്തിലാണ്. അതുകൊണ്ട് നരകത്തെ ജീവൻ ബന്ധനം എന്ന് പറയുന്നു. ഏകി ബാബ സർവക സദ്ഗതി ദാതാ ബൻതായി. ഒരേ ഒരു ബാബ മാത്രമാണ് നമ്മുടെ സദ്ഗതി ദാതാവ്. അതുകൊണ്ട് ഓരോരുത്തർക്കും പരസ്പരം നമ്മൾ സദ്ഗതി ദാതാവിന്റെ സ്തുതി ഉണർത്തി കൊടുക്കണം. നരകക്കോ ജീവൻ ബന്ദ് കഹാ ജാത്ത ഹൈ. പെലെ സൂര്യവംശി ചന്ദ്രവംശി രാജ്യത. നരകത്തിനെ ജീവൻ ബന്ധനം എന്നാണ് വിളിക്കുന്നത്. ആദ്യം സൂര്യവംശി, പിന്നെ ചന്ദ്രവംശി രാജ്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. फिर वैश्य और शूद्र राज्य हुआ. പിന്നെ വൈശ്യ ശൂദ്ര വംശം ഇവിടെ ഉണ്ടായി. ആസുരി ബുദ്ധി होने के कारण മനുഷ്യ एक ദുഃഖോ ദുഃഖദേത്തെ. മനുഷ്യര് ആസുരീയ ബുദ്ധിയുള്ളവരായതുകൊണ്ട് പരസ്പരം ദുഃഖം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഹരേക്ക് ലൗകിക് ബാക്കി ബച്ചോക്ക സർവന്റ് ബന്ധി. അല്ലെ, ഓരോ ലൗകിക അച്ഛനും തന്റെ കുട്ടികൾക്ക് സെർവന്റ് ആയിട്ട് മാറുകയാണ്. വികാരമേ ജാക്കർ ബച്ചെ പൈദ കർത്തെ. വികാരത്തിലേക്ക് പോയിട്ടാണ് കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നത്. ഉന്നോക്കി കമാൽ സമ്പാൽ കർത്തെ. എന്നിട്ട് ആ കുട്ടികളെ സംരക്ഷിക്കുന്നു. फिर उनको नरक में ढकेल देते हैं. जब वो विषय वैतरणी नदी में कूदते गाते रहते हैं तो इसमें बाप खुश हुआ. इसमें बाप खुश होते हैं. അപ്പൊ ബാബ പറയാണ്, ശരിക്കും ലൗകിക അച്ഛൻ എന്താ ചെയ്യുന്നേ? വികാരത്തിലൂടെ കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നു, പിന്നെ അവരെ സംരക്ഷിക്കുന്നു, എന്നിട്ട് അവരെ ഈ നരകത്തിൽ തന്നെ കൊണ്ടിടും. അല്ലെ, വീണ്ടും വികാരത്തിന്റെ മാർഗത്തിലേക്ക് അയക്കും. അവരുടെ വിഷയ വൈതരണി നദിയില് എല്ലാവരും മുങ്ങി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലാണ് അച്ഛന് സന്തോഷം. ചില വിവാഹത്തിലേക്ക് അങ്ങോട്ട് അയക്കുമ്പോഴേക്കും പിന്നെ ജീവിതത്തിന്റെ നല്ല നരകം എന്നുള്ളതിന്റെ അല്ലെ ആ കഠിനമായ അനുഭവങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അപ്പൊ ബാബ ചോദിക്കാണ്, ലൗകിക അച്ഛൻ അതിലാണോ സന്തോഷം? അല്ലേ, ആ നരകത്തിലേക്ക് തന്നെയാണല്ലോ വീണ്ടും അയക്കുന്നത്. പോലെ പോയി, കാരണം ലൗകിക അച്ഛൻ നിഷ്കളങ്കനാണ്, ഒന്നും അറിയില്ല. വേറെ എങ്ങോട്ട് അയക്കേണ്ടതെന്ന് അവർക്ക് അറിയില്ലല്ലോ. ഈ പാർലൗകിക് ബാപ്പി പോലെ നിഷ്കളങ്കതയുടെ നാഥനായിട്ടുള്ള ഭഗവാൻ പാർലൗകിക അച്ഛനും വളരെ നിഷ്കളങ്കനാണ്. ലൗകിക അച്ഛൻ ഭയങ്കര നിഷ്കളങ്കനാണ് അല്ലേ? പാർലൗകിക അച്ഛനും നിഷ്കളങ്കനാണ്. ബച്ചോക സർവന്റ്, പാർലൗകിക അച്ഛനും കുട്ടികളുടെ സർവന്റ് ആണ്. ഈ ലൗകിക് ബാപ്പ് ബച്ചോക്കോ നരകമേ ഡാൽ ദേത്തെ. ലൗകിക അച്ഛനാണെങ്കിൽ കുട്ടികളെ നരകത്തെ കൊണ്ടിടാണ്. ഏ ശാന്തിദാം സുഖദാം തേജാത്തി. ശ്രീബാബ വന്നിട്ട് നമ്മളെ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൂട്ടിക്കൊണ്ടു പോകും. മേനത്തോ കർത്തേഹന, കാരണം ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. ഇതിനെ പോലെ കുട്ടികളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, ശാന്തിയുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ ശിവബാബ കുറെ പരിശ്രമിക്കുന്നുണ്ട്. എത്ര നിഷ്കളങ്കനാണ്. അപ്പനെ പരംധാം ചോടുക്കറായി. ശിവബാബ കുട്ടികളുടെ അടുക്കിലേക്ക് തന്റെ പരമധാമം ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുകയാണ്. ആത്മാവും കേക്കത്തിന് ദുർഗതി ഹോകയും. അല്ലേ, ബാബ കുട്ടികളുടെ അടുക്കിലേക്ക് വരുമ്പോ എന്താ കാണുന്നേ? ആത്മാക്കള് എത്രമാത്രം ദുർഗതിയിലേക്ക് പോയിരിക്കുന്നു. മെരിക്കോ കാലിഹി ജാത്തനെ പറയണ, എന്നെ നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈശ്വരനെ നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്.
അല്ലെ? ഈശ്വരനെ അവർ അറിയുന്ന പോലും ഇല്ല, പരമാത്മാവിനെ അറിയുന്നില്ല. മേരെ രഥക്കോപി കാലിതേ ഇതിനെ ജൂട്ട് കള്ളങ്ക് ലഗാതിയ. എന്റെ രഥത്തിനെയും നിന്ദിക്കാണ്. എത്ര നുണയും കളങ്കവുമാണ് ചാർത്തിയിരിക്കുന്നത്. തുമാരെ പർ ബി കളങ്ക് ലഗാത്തി. നിങ്ങളിലും കളങ്കം ചാർത്താണ്. ബാബയ്ക്ക് മാത്രമല്ല കളങ്കം ചാർത്തുന്നത്, നിങ്ങൾക്കും കളങ്കം ചാർത്താണ്, കൃഷ്ണനും കളങ്കം ചാർത്താണ്. ശ്രീകൃഷ്ണ പറമ്പി കളങ്ക് ലഗാത്തി, ശ്രീകൃഷ്ണനിലും കളങ്കം ചാർത്താണ്. പരന്തു കൃഷ്ണ ജബ് ഗോരാ ഹെ തബ് കൊയി കളങ്ക് ലഗാനെ സക്തി. കൃഷ്ണൻ പാവനമായിരുന്ന സമയത്ത്, അല്ലെ, വെളുപ്പായിരുന്ന സമയത്ത്, പാവനമായിരുന്ന സമയത്ത് കൃഷ്ണന്റെ മേലെ ആർക്കും കളങ്കം ചാർത്താൻ കഴിയില്ലായിരുന്നു. ഗോരേപ്പർ കളങ്ക് ലഗാന സഖേ. ആത്മാവ് തന്റെ പൂർണ്ണതയിൽ പ്രകാശപൂർണമായിരിക്കുമ്പോൾ, അല്ലെ, പൂർണ്ണതയിൽ നിലകൊള്ളുമ്പോൾ ആർക്കും ആത്മാവിന്റെ മേലെ കളങ്കം ചാർത്താൻ സാധ്യമല്ല. ആത്മാ പവിത്ര സേ ജബ് അപവിത്ര ബൻതി ഹെ തബ് ഗാലി കാത്തി. ആത്മാവ് പവിത്രത്തിൽ നിന്നും എപ്പോഴാണോ അപവിത്രമാകുന്നത് അപ്പോഴാണ് നിന്ദിക്കപ്പെടുന്നത്. ആത്മാവ് അപവിത്രമാകുമ്പോഴാണ് നിന്ദിക്കപ്പെടുന്നത്. ഈ ഡ്രാമ ബന ഹുവാഹി. ഈ നാടകം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്, നിർമ്മിച്ചതും നിർമ്മിക്കപ്പെട്ടതുമാണ്. മനുഷ്യ വിചാരെ കുറിച്ച് സമജ്നേക്ക് സക്തി. മനുഷ്യർക്ക് ഈ കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ബഹുത് മുജ്തേ ഹെ പതാ നഹി കിസ് പ്രകാർ കാ ജ്ഞാൻ. വളരെയധികം കൺഫ്യൂസ്ഡ് ആകുകയാണ്, അറിഞ്ഞുകൂടാ ഇത് ഏത് പ്രകാരത്തിലുള്ള ജ്ഞാനമാണ് മനസ്സിലാവുന്നില്ല. മനുഷ്യര് കൺഫ്യൂസ്ഡ് ആകും. ശാസ്ത്രമേത്തോ ഏ ഹേ നി. ശാസ്ത്രങ്ങളില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല. ഏ ഭൂൽ ഗയേ ശിവശക്തി ഭാരത് മാതാവ് കി സേന ക്യാ കിയാ. ലോകത്തിലുള്ളവര് മറന്നുപോയി ശിവശക്തി, അല്ലെ, ഭാരത മാതാക്കൾ, അല്ലെ, എന്താണ് ഇവിടെ വന്ന് ചെയ്തത്. അപ്പോ ശിവശക്തി ഭാരത മാതാക്കളുടെ സേന ഈ ഭൂമിയിൽ ഈ കലിയുഗത്തിൽ എന്താണ് പ്രവർത്തിച്ചത്, എന്താണ് ചെയ്തത് എന്നറിയില്ല. ജഗദംബക്കോ ശിവശക്തി കഹത്തെ. ജഗദംബയാണ് ശിവശക്തി. ജഗദംബ അമ്മയെ ശിവശക്തി എന്ന് വിളിക്കുന്നു. ഉൻകി മന്ദിർ ഭി ബനെ ഹുയേ ഹെ, ദിൽബാട മന്ദിർ ഭി ഹെ. അല്ലെ, അമ്മയ്ക്ക് ക്ഷേത്രമുണ്ട്, ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ ദിൽബാട ക്ഷേത്രം, അല്ലെ, മൗണ്ട് അബുവിലുണ്ട്. ദിൽ ലേനെ വാല ഏക് ഹി പരമാത്മാ ഹി ഹുവാ. നമ്മുടെ ഹൃദയം കവരുന്നവൻ ആരാണ്? നമ്മുടെ ഹൃദയം കവരുന്നവൻ ഒരേയൊരു ശിവബാബ മാത്രമാണ്. ബ്രഹ്മാവി ഫിർ ജഗദംബ ഓർ ബ്രഹ്മകുമാരിയും ബിട്ടായി. ബ്രഹ്മാവ് ഉണ്ടെങ്കിൽ ജഗദംബയുണ്ട്, ബ്രഹ്മകുമാർ കുമാരികളുണ്ട്, മഹാരഥികളുണ്ട്. ഉപഭൂത്തും പ്രാക്ടിക്കൽ മേഖല. ബാബ പറയണ ഈ സമയത്ത് നിങ്ങൾ കുട്ടികൾ പ്രാക്ടിക്കലിലാണ്, പ്രാവർത്തികമാക്കുകയാണ്. ഏ തുമ്മാര ജഡ യാദ്ഗാർ കായ. നിങ്ങളുടെ ജഡമായ ഓർമ്മചിഹ്നം, നിങ്ങളുടെ ജഡമായ ഓർമ്മചിഹ്നം ഇപ്പോഴും കാത്തു സംരക്ഷിക്കുന്നുണ്ട്. ദിൽവാഡ ക്ഷേത്രം നിങ്ങളുടെ ഓർമ്മചിഹ്നമാണ്. ഏ ജഡ യാദ്ഗാർ കഥം പോജായെങ്കിൽ. പക്ഷെ ഈ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന മൂർത്തികള് കണ്ണു വീഴ്ചിരിക്കുന്നുണ്ട്, നെറ്റിയില് ആത്മനക്ഷത്രമുണ്ട്, കണ്ണുകൾ പ്രകാശിക്കുന്നുണ്ട്. ബാബ പറയാണ് ഇതെല്ലാം നിങ്ങളുടെ ഓർമ്മചിഹ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഈ ഓർമ്മചിഹ്നങ്ങളെല്ലാം നശിക്കും. ഒരിക്കലും സത്യവുമേ നോക്കി, പിന്നീട് നിങ്ങൾ സത്യത്തിലേക്ക് പോകും, നിങ്ങൾ സത്യത്തിലായിരിക്കും. വഹാ യേ യാദ്ഗാർ ആദി ഹോത്തെ. അവരുടെ സത്യത്തിൽ എന്തെങ്കിലും ഓർമ്മചിഹ്നങ്ങളുണ്ടോ? ഇവരുടെ ക്ഷേത്രങ്ങളൊക്കെ ഉള്ള പോലെ സത്യത്തിൽ വല്ല ഓർമ്മചിഹ്നങ്ങളുണ്ടോ? 5,000 വർഷം പെരുതി 5000 വർഷം മുമ്പ് കുട്ടികൾ ഇതുപോലെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. യാദ്ഗാർ ബനാദ, കുട്ടികളുടെ ഓർമ്മചിഹ്നം ഉണ്ടായിരുന്നു. പേര് സത്യയുഗ ത്രേതാമേ രാജിക്കുക. പിന്നീട് നമ്മൾ സത്യയുഗം ത്രേതായുഗത്തിൽ രാജ്യം ഭരിച്ചു. फिर ഭക്തി മാർഗമേ പൂജലിയെ യാദ്ഗാർ ബനത്തെ. പിന്നീട് ഭക്തി മാർഗത്തിൽ പൂജ ചെയ്തിട്ടാണ് നമ്മുടെ ഓർമ്മചിഹ്നങ്ങൾ ഉണ്ടാകുന്നത്. ഭക്തി മാർഗത്തിലേക്ക് നമ്മൾ പോയി, അല്ലെ, അടുത്ത ദ്വാപരയുഗത്തിൽ നമ്മൾ വീണ്ടും ഭക്തി മാർഗത്തിലേക്ക് പോയി.
അവിടെ നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് ഓർമ്മചിഹ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ 5000 വർഷം മുമ്പ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ ഓർമ്മചിഹ്നം നിർമ്മിക്കപ്പെട്ടിരുന്നു അല്ലേ? പിന്നീട് നമ്മൾ സത്യവും ത്രേതായുഗത്തിൽ പോയി രാജ്യം ഭരിച്ചു. ഭക്തി മാർഗത്തിൽ പൂജയ്ക്ക് വേണ്ടി നമ്മുടെ ഓർമ്മചിഹ്നങ്ങൾ നിർമ്മിക്കപ്പെട്ടു. अभी तो पुरुषार्थ करते हो ഫോളോ അമ്മ ബാപ്പു കർമ്മ ചെയ്യും. ഈ സമയത്ത് നമ്മൾ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മളും അമ്മയെയും ബാബയെയും ഫോളോ ചെയ്യണം. ജിतना പുരുഷാർത്ഥ കരെങ്കിൽ ഉത്തനാ ഗോരാബനെ. ഇവിടെ കുട്ടികൾ എത്രമാത്രം പുരുഷാർത്ഥം ചെയ്യുന്നു, കുട്ടികൾ ആരാകും? വെളുപ്പാകും, ആത്മാവ് പൂർണ്ണതയിലെത്തും. പതിസെ പാവൻ ബന്നേക്ക പുരുഷാർത്ഥ കിतना सहज बात ബാബ സിഖ്ലാത്തെ. പതീതരിൽ നിന്നും പാവനമാകാനുള്ള പുരുഷാർത്ഥം ബാബ ചെയ്യിപ്പിക്കുകയാണ്. എത്ര സഹജമായ കാര്യമാണ് ബാബ പഠിപ്പിക്കുന്നത്. ബാബോ और स्वीट होम को याद करते रहेंगे तो तुम स्वर्ग के मालिक बन जाएंगे. ബാബയെയും അല്ലെ സ്വീറ്റ് ഹോമിനെയും ഓർമ്മിക്കുകയാണെങ്കിൽ കുട്ടികൾ സ്വർഗത്തിന്റെ അധികാരികളായി മാറും. तो ये टेप डालनी है सवेरे उठ याद करने. വെളുപ്പിനെ ഉണർന്ന് ബാബയുടെ ഓർമ്മയിലിരിക്കാൻ കുട്ടികൾ ശീലമുണ്ടാകും. फिर जब पक्के हो जाएंगे चलते फिरते याद रहेंगे. പിന്നെ കുട്ടികൾ എത്രമാത്രം പക്വമാകുന്നുവോ അത്രയും കുട്ടികൾക്ക് നടക്കുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴും എല്ലാം ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുവാനായിട്ട് സാധിക്കും. हमको तो स्वीट होम स्वीट രാജധാനി को ही याद करना है. നമുക്ക് സ്വീറ്റ് ഹോമിനെ ഓർമ്മിക്കണം, സ്വീറ്റ് രാജധാനിയെ ഓർമ്മിക്കണം. पहले हम सदो प्रधान बनेंगे फिर सदो रजो तमो में आएंगे. ആദ്യം നമ്മള് സദോ പ്രധാനമായി മാറണം, പിന്നെ സദോ രജോ തമോയിലേക്ക് നമ്മൾ വരും. इसमें कोई സംശയ उड़ नहीं सकता. ഇതിൽ നമുക്ക് ഒരു സംശയങ്ങളും വരാൻ പാടില്ല. മുഞ്ചനേക്ക് ബാത്തിനെ. ഇവിടെ കൺഫ്യൂസ്ഡ് ആകേണ്ട, ചിന്താക്കുഴപ്പത്തിലേക്ക് വരേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല. നമ്മൾ ആദ്യം സദോ പ്രധാനമായിരുന്നു. ജന്മങ്ങളുടെ പടി ഇറങ്ങിയപ്പോ നമ്മൾ സദോ രജോ തമോയിലേക്ക് വന്നു അല്ലേ? മൂജിനേക്ക് പാത്തിനേക്ക്. ഇവിടെ നമ്മൾ അല്ലെ കൺഫ്യൂസ്ഡ് ആകേണ്ട കാര്യങ്ങളൊന്നുമില്ല. പവിത്ര രേനാഹി ദേവതാവും ഭോജൻ പവിത്രം നോക്കി പറയാണ് കുട്ടികളെ, ഇവിടെ നമ്മൾ പവിത്രമായി ജീവിക്കണം. ദേവതകളുടെ ആഹാരം നോക്കൂ. ദേവതകളുടെ ആഹാരം എത്രമാത്രം പവിത്രമാണ്. നമുക്ക് ബഹുത് പർഹേജ് മേ രഹനാ ചാഹിയെ. നമ്മൾ കുട്ടികള് ദേവതകളായിട്ട് മാറുന്ന കുട്ടികളല്ലേ? അപ്പോ നമ്മളും വളരെ പഥ്യത്തിൽ വേണം ജീവിക്കാൻ. इसमें पूछने की बात ही नहीं रहती है. ഇവിടെ ഒന്നും ചോദിക്കേണ്ട കാര്യമേ ഇല്ല. ബുദ്ധി സമझते हैं एक विकार सबसे खराब है, दूसरा शराब कबाब नहीं पीना है. ബുദ്ധി നമ്മുടെ മനസ്സിലാക്കുന്നുണ്ട്, ഒന്ന് വികാരം ഏറ്റവും മോശമായ സംഗതിയാണ്, രണ്ടാമത്തേത് മദ്യം അല്ലെ? ബാബു പറയാണ് മദ്യം അല്ലെ ഏറ്റവും ചിന്തയാണ്, അത് കുടിക്കാൻ പാടില്ല. ബാക്കി ദിക്കത്തിനെ പെടുത്തി. പിന്നെ എന്താണ് അല്ലെ? ബാബ പറയാണ് ഉള്ളിവർഗങ്ങൾ അല്ലെ, അതും പതീതരുടെ ആഹാരത്തിൽ പെട്ടതാണ്. ബാബ സംജാത്തെ പവിത്ര ഭോജൻ കഹി മിലേഗാ. ബാബ മനസ്സിലാക്കി തരാണ്, പവിത്രമായിട്ടുള്ള ആഹാരം ആർക്കും തന്നെ ലഭിക്കുന്നില്ല, സിവായി ബ്രാഹ്മണോ, ബ്രാഹ്മണർക്കല്ലാതെ മറ്റാർക്കും തന്നെ ലഭിക്കും. ബാപ്കി യാദ്മേ രേനാപ്പടി അല്ലെ? ബാബ പറയാണ് ബ്രാഹ്മണർക്ക് മാത്രമേ പവിത്രമായിട്ടുള്ള ആഹാരം ലഭിക്കുള്ളൂ. ബ്രാഹ്മണ കുട്ടികള് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. ജിത്നാത്തും യാദ്മേ രഹിക്കെ പാവൻ ബച്ചായി. ഇത്രമാത്രം കുട്ടികള് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നു, പാവനമായി മാറും. ഉദ്ദേശത്തെ സമझना होता है हम अपने को किस युक्ति से बचाते हैं. നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം നമ്മൾ അല്ലെ നമ്മളെ ഏത് യുക്തിയിലൂടെയാണ് രക്ഷപ്പെടുത്തേണ്ടത്. മറ്റുള്ളവരുടെ ഇടയിൽ ഏത് യുക്തിയിലൂടെ നമ്മളെ രക്ഷപ്പെടുത്തണം. ബുദ്ധിസെ കാം ലേനി ചാഹിയെ. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ച് വളരെ യുക്തിയോടുകൂടി നടക്കണം.
യുക്തി ഉപയോഗിക്കണം. गृहस्थ व्यवहार में भी रहना है, നമുക്ക് ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ജീവിക്കണം. हम अपने को किस युक्ति से बचाते हैं, इसलिए लौकिक में भी रिश्ता रखना है. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ജീവിക്കണം, ലൗകികത്തിൽ നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ കീപ്പ് ചെയ്യണം. उनको भी कल्याण करना है, അവരുടെയും മംഗളം ചെയ്യണം. उनको तो ये बात सुनानी है, बाप कहते हैं पवित्र बनो. അതുകൊണ്ട് അവരെ നമ്മൾ ഈ കാര്യങ്ങൾ കേൾപ്പിക്കണം. എന്താണ് ബാബ പറയാണ്, കുട്ടികളെ പവിത്രമായി മാറും. നഹിത്തോ സജായം ബഹുത് കായെങ്കിൽ, പവിത്രമായില്ല എങ്കിൽ ഒരുപാട് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. പദവി ഭ്രഷ്ട ഹോ ജായേഗ, പദവിയും കുറഞ്ഞു പോകും. മാൽ പാസ് വിത്ത് ഓണർ കി ബനി ഹുയി. മാല എന്ന് പറയുന്നത് ബഹുമതിയോടെ പാസ്സാകുന്നവരുടെയാണ് മാല തയ്യാറായിരിക്കുന്നത്. ആരാണ് വിജയി രത്നങ്ങൾ, ബഹുമതിയോടെ പാസ്സാകുന്നവർ, അവരാണ് വൈജയന്തി മാലയിലെ മുത്തുകളായിട്ട് മാറുന്നത്. അല്ലെ, പവ പറയാണ് പവിത്രമാകൂ, ഇല്ലെങ്കിൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും, പദവിയും ഭ്രഷ്ടമാകും. അഭി സബ്കെ ഖയാമത്ത് കാ സമയ ഹൈ, സബ്കെ പാപോം കാ ഹിസാബ് കിതാബ് ചുക്തു ഹോനാ ഹൈ. ഈ സമയം സൃഷ്ടിയുടെ അന്തിമ സമയമാണ്, വിനാശത്തിന്റെ സമയമാണ്. എല്ലാവർക്കും അവരവരുടെ പാപങ്ങളുടെ കണക്കുകൾ തീർക്കേണ്ടിയിരിക്കും. ബാബാനെ സംജായ ഹൈ യാദ് സേ വികർമ്മ ഭസ്മോ. ബാബ മനസ്സിലാക്കി തരികയാണ്, ബാബയുടെ ഓർമ്മയിലൂടെയാണ് വികർമ്മങ്ങൾ ഭസ്മമാകുന്നത്. ഇസ്മേഹി മേനദ്രി, ഇതിലാണ് പരിശ്രമം. അപ്പൊ ബാബയുടെ ഓർമ്മയിലാണ് വികർമ്മങ്ങൾ വിനാശമാകുന്നത്. ജ്ഞാൻ തോ ബഡാ സഹജി, ഈ ജ്ഞാനം വളരെ സഹജമാണ്. സാര ഡ്രാമ ഓർ ജാഡ ബുദ്ധിമേ ആജാത്ത, മുഴുവൻ നാടകവും വൃക്ഷവും എല്ലാം നമ്മൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ബാക്കി സ്വീറ്റ് ബാബ്, സ്വീറ്റ് രാജധാനി, സ്വീറ്റ് ഹോം को याद करना है. സ്വീറ്റ് ബാബ, സ്വീറ്റ് രാജധാനി അല്ലെ, സ്വീറ്റ് ഹോം. സ്വീറ്റ് ബാബയെയും സ്വീറ്റ് രാജധാനിയെയും സ്വീറ്റ് ഹോമിനെയും ഓർമ്മിക്കണം. മധുരമായ ബാബയെയും മധുരമായ രാജധാനിയെയും മധുരമായ വീടിനെയും ഓർമ്മിക്കണം. അഭി നാടക് പൂരാ ഹോത്താ ഹി ഘർ ജാന. ഇപ്പോൾ ഈ നാടകം പൂർത്തിയാകാണ്, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോകണം. പുരാണ ശരീർ ചോട് സബ്കോ വാപ്പസ് ജാന, പഴയ ശരീരം ഉപേക്ഷിച്ച് എല്ലാവർക്കും വീട്ടിലേക്ക് പോകണം. ഈ പക്ക രഖ്ന, നമ്മുടെ ഉള്ളിൽ പക്വമാക്കണം. ऐसे याद करते करते शरीर छूट जाएगा. ഭാവിയെ ഓർമ്മിച്ച് 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 ഈ ശരീരം വിട്ടു പോകും. തും ആത്മായി ചലി ജായേഗി. അപ്പൊ നമ്മളെല്ലാ ആത്മാക്കളും നമ്മുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. ബഹുത് സഹജം, ഇത് എത്ര സഹജമായ കാര്യമാണ്. അഭി തും സന്മുഖ സുനത്തെ ഹോ ഓർ ബच्चे ടേപ്പ് സെ സുനെ. ബാബയുടെ മുന്നിലുള്ള കുട്ടികള് സന്മുഖത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ബാക്കിയെല്ലാ കുട്ടികളും ടേപ്പില് കേൾക്കും. एक दिन टेलीविजन पर भी ये ज्ञान सुनेंगे और देखेंगे जरूर. ബാബ പറയാണ്, ഇനി ഒരു ദിവസം നിങ്ങൾ ടെലിവിഷനിലും ഈ ജ്ഞാനം കേൾക്കും അല്ലെ, ഇത് എല്ലാവരും കാണും അല്ലെ, കാണുന്നുണ്ട് തീർച്ചയായിട്ടും. സബ് കുച്ച് ഹോഗ, ഇതെല്ലാം സംഭവിക്കും. പിച്ചാടി വാലോ കെ ലിയേ തോ ഓർ ഹി സഹജ ഹോ ജായേഗ. പുറകെ വരുന്ന കുട്ടികൾക്ക് കൂടുതൽ സഹജമാകും. ഹിമ്മത്തെ ബച്ചേ മദദേ ബാബ്, ധൈര്യമുള്ള കുട്ടികളെ ബാബ സഹായിക്കും. ഏ പ്രലബ്ധ ഹോ ജായേഗ, ബാബ നൽകുന്ന പ്രാപ്തികളാണ് നമ്മുടെ സ്വത്ത്. സർവീസ് കർണേ വാലേ ഭി അച്ഛേ ഹോ, സേവനം ചെയ്യുന്നവരും നല്ല കുട്ടികളായിരിക്കണം. ബച്ചോ കി ഉന്നതി കെ ലിയേ യേ ഭി പ്രബന്ധ അച്ഛാ ഹോ ജായേഗ. കുട്ടികളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് അതിനുള്ള അല്ലെ എല്ലാ അറേഞ്ച്മെന്റ്സും നല്ലതായിരിക്കും. तो ये भी जिसको चाहे ले सकते हैं, एक बात को ही याद करना है. അപ്പൊ ബാബ പറയാണ്, കുട്ടികൾക്ക് ബാബയുടെ അടുക്കൽ നിന്ന് എന്ത് വേണമെങ്കിലും എടുക്കാം. കുട്ടികൾക്ക് ബാബയുടെ സ്വത്ത് ലഭിക്കുകയാണ് അല്ലേ. അപ്പൊ കുട്ടികളുടെ ഉന്നതിക്ക് വേണ്ടിയാണ് ബാബ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഏക്ക് ബാബ് കോ ഹി യാദ് കർനാ ഹൈ,
സൽമാൻ ലോക് സവേരെ സവേരെ ഫേരി പഹനത്തെ. ബാബ പറയാണ് കുട്ടികളെ ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം, ഒരേ ഒരു ബാബയെ ഓർമ്മിക്കണം. മുസ്ലിമുകൾ എന്താ ചെയ്യാ? വെളുപ്പിനെ ഉണർന്നിട്ട് ചുറ്റിക്കറങ്ങുന്നു. സബ്കോ ജഗാത്തെ ഹെ, ഉണർന്ന് അല്ലെ അവര് ഉണർന്ന് നടന്ന് എല്ലാവരെയും ഉണർത്തും. ഉടുക്കർ അള്ളാഹു യാദ് കരോ, എന്താ പറയാ? ഉണർന്നിട്ട് അള്ളാഹുവിനെ ഓർമ്മിക്കൂ. ഈ സമയം സോനേക്ക നഹി ഹെ, ഈ സമയം ഉറങ്ങാനുള്ള സമയമല്ല. വാസ്തവമേ യേ അബീക്കി ബാത്ത് ഹെ, വാസ്തവത്തിൽ ഇത് ഇപ്പോഴുള്ള കാര്യമാണ്. അള്ളാഹു യാദ് കരോ തും ബഹിഷ്തക്കി ബാദുഷാഹി മിൽത്തി, ഈ സമയത്ത് അള്ളാഹുവിനെ ഓർമ്മിക്കൂ, എങ്കിൽ നമുക്ക് സ്വർഗത്തിന്റെ രാജ്യഭാഗ്യം ലഭിക്കും. ബഹിഷ്തക്കോ ഫൂലോക ബഗീച്ച കാ ജാതാ ഹെ, സ്വർഗത്തെ എന്താ വിളിക്കുക? പുഷ്പങ്ങളുടെ പൂന്തോട്ടം എന്ന് വിളിക്കും. ये तो ऐसे ही होते हैं, तुम तो प्रैक्टिकल में बाप को याद करने से देवता बन जाते. ബാബ പറയാണ് പുഷ്പങ്ങളുടെ പൂന്തോട്ടം, ഇതാണ് സ്വർഗം. ബാബ പറയണ കുട്ടികളെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ബാബയെ ഓർമ്മിക്കുകയാണ് ഈ സമയത്ത്. അങ്ങനെ കുട്ടികൾ ബാബയെ ഓർമ്മിച്ചിട്ട് ദേവതകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സവരെ ഉണ്ണേക്ക അഭ്യാസ് അച്ചാഹി, അതിരാവിലെ ഉണരുന്ന അഭ്യാസം വളരെ നല്ലതാണ്. സവേരക്ക വായുമണ്ഡൽ ബോത്ത് അച്ഛാ ഹോത്താ ഹെ, കാരണം വെളുപ്പിനെ ഫ്രഷ് ആയിട്ടുള്ള വായുമണ്ഡലമാണ്, വളരെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള വായുമണ്ഡലമാണ് അല്ലെ. ആ സമയത്ത് ഉണർന്ന് ബാബയെ ഓർമ്മിക്കണം. 12 ബജേക്ക് ബാദ് സവേര ശുരു ഹോത്താ ഹെ, 12 മണിക്ക് ശേഷമാണ് അല്ലെ വെളുപ്പിനെ എന്നുള്ള ആ ഇത് ആരംഭിക്കുന്നത്. പ്രഭാത ടൈം 2-3 ബജെ കഹാ ജാതാ ഹെ, ശരിക്കും സുപ്രഭാതത്തിന്റെ സമയം അല്ലെ, എന്താ പറയാ, പുലർവേളയുടെ സമയം എന്ന് പറയുന്നത് 2-നും 3-നും അല്ലെ, 2 മണിക്കും 3 മണിക്കും ഒക്കെയാണ് പുലർവേള. സവേരെ ഉട് ശാന്തിധാം സുഖധാം കോ യാദ് കർണാ ചാഹിയെ, വെളുപ്പിനെ ഉണർന്ന് ശാന്തിധാമത്തെയും സുഖധാമത്തെയും കുട്ടികൾ ഓർമ്മിക്കണം. വെളുപ്പിനെ ഉണർന്ന് ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കണം. अच्छा मीठे मीठे सिक्किलते बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप के रूहानी बच्चों को नमस्ते, रूहानी बच्चों के रूहानी बाप को नमस्ते. धारणा के लिए बाप की याद में रह ശുദ്ധ ഭോജൻ കാണാഹെ, ബാബയുടെ ഓർമ്മയിൽ ഇരുന്ന് ശുദ്ധമായ ആഹാരം കഴിക്കണം. ശുദ്ധമായ ആഹാരം കഴിക്കുമ്പോഴും ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം, ബാബയുടെ ഓർമ്മയിൽ ഇരുന്ന് ശുദ്ധമായ ആഹാരം കഴിക്കണം. അശുദ്ധി സെ ബഹുത് ബഹുത് പറകെ, അശുദ്ധിയോട് വളരെ വളരെ പഥ്യം പുലർത്തണം. അശുദ്ധിയോട് വളരെ വളരെ പഥ്യം പുലർത്തണം. മമ്മ ബാബക്കോ ഫോളോ കർ പവിത്ര ബന്നെ കാ പുരുഷാർത്ഥ് കർണാ ഹെ, മമ്മയെയും ബാബയെയും ഫോളോ ചെയ്ത് പവിത്രമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. മമ്മയെയും ബാബയെയും ഫോളോ ചെയ്ത് പവിത്രമായി തീരാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. സെക്കൻഡ് പോയിന്റ്, സവേരെ സവേരെ ഉഠ് സ്വീറ്റ് ബാപ്പു സ്വീറ്റ് രാജധാനി കോ യാദ് കർണാ ഹെ, വെളുപ്പിനെ ഉണർന്ന് അതിരാവിലെ ഉണർന്ന് തന്റെ മധുരമധുരമായ അച്ഛനെയും മധുരമധുരമായ രാജധാനിയെയും ഓർമ്മ. അതിരാവിലെ ഉണർന്ന് തന്റെ മധുരമധുരമായ അച്ഛനെയും മധുരമധുരമായ രാജധാനിയെയും ഓർമ്മ. इस कयामत से समय में बाप की याद से ही सब हिसाब किताब करने. ബാബ പറയാണ് ഈ സമയത്ത് ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമേ സർവ കർമ്മക്കണക്കുകളെയും തീർക്കാൻ പറ്റൂ. അപ്പൊ ഈ സമയത്ത് മാത്രമേ അല്ലെ ബാബയുടെ ഓർമ്മയിൽ ഇരുന്ന് എല്ലാ കർമ്മക്കണക്കുകളും തീർക്കാൻ സാധിക്കും. वरदान, अपनी निश्चिंत स्थिति द्वारा टचिंग के आधार पर कार्य करने वाले सप्तदा मूर्ति भव. തന്റെ നിശ്ചിത സ്ഥിതിയിലൂടെ ശ്രേഷ്ഠമായ ടച്ചിങ്ങിന്റെ ആധാരത്തിൽ
കാര്യങ്ങൾ ചെയ്യുന്ന സഫലതാമൂർത്തിയായി ഭവിക്കും. തന്റെ നിശ്ചിന്തമായ സ്ഥിതിയിലൂടെ ശ്രേഷ്ഠമായ ടച്ചിങ്ങിന്റെ ആധാരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന സഫലതാമൂർത്തിയായി ഭവിക്കും. कोई भी कार्य करते हो सदा स्मृति रहे बड़ा बाबा बैठा है. ബാബ പറയുന്നു, ഏതൊരു കാര്യം കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ സദാ കുട്ടികളുടെ സ്മൃതിയിൽ ഉണ്ടായിരിക്കണം, വലിയ അച്ഛൻ ഇരിപ്പുണ്ട്, വലിയ ബാബ ഇരിപ്പുണ്ട്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും സദാ സ്മൃതിയിൽ ഉണ്ടായിരിക്കണം, വലിയ അച്ഛൻ ഇരിപ്പുണ്ട്. तो സ്ഥിതി സദാ നിശ്ചിന്ത രഹൂതി. അപ്പൊ ബാബ ഇരിപ്പുണ്ട്, വലിയ ബാബ ഇരിപ്പുണ്ട്. ഏത് കാര്യമാണെങ്കിലും, എത്ര ടഫായിട്ടുള്ള കാര്യമാണെങ്കിലും, എത്ര ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോഴും വലിയ അച്ഛൻ ഇരിപ്പുണ്ട്, വലിയ ബാബ ഇരിപ്പുണ്ട് എന്ന് ചിന്തിച്ചാൽ നമ്മുടെ സ്ഥിതി സദാ നിശ്ചിതമായിരിക്കും, ചിന്താകുഴപ്പങ്ങൾ വരില്ല. അപ്പൊ ബേഫിക്കർ ബാദുഷാവും. നമ്മുടെ കുട്ടികൾ ആരാണ്? നിശ്ചിന്ത ചക്രവർത്തികളാണ്, ചിന്തയില്ലാത്ത ചക്രവർത്തികളാണ്. जो फिक्र करने वाले होते हैं उन्हें कभी सफलता नहीं मिलती. ബാബ പറയണ, ആരാണോ ചിന്താക്കുഴപ്പത്തിലേക്ക് വരുന്നത്, ചിന്താകുലരായിരിക്കുന്നത്, അവർക്കൊരിക്കലും സഫലത ലഭിക്കില്ല. ആജ്കൽ സബ് ഫിക്കർ കെ ബാദ്ഷാഹ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ചിന്താകുലരായ ചക്രവർത്തികളാണ്, എല്ലാവർക്കും ചിന്തകളാണ് അല്ലെ. ഇന്നത്തെ കാലത്ത് എല്ലാവരും പല പല പ്രകാരത്തിലുള്ള ചിന്തകളിലാണ്, ചിന്താകുലതകളിലാണ്. കാരണം വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മനസ്സിലാ ചിന്താകുലത ഉണ്ടാവും. പക്ഷേ നിങ്ങൾ കുട്ടികളോ നിശ്ചിന്ത ചക്രവർത്തികളാണ്. കാരണം നമ്മൾ എല്ലാ ചിന്തകളുടെ ഭാരവും ബാബയിൽ അർപ്പിച്ചിരിക്കുകയാണ്, വലിയ ബാബ ഇരിപ്പുണ്ട്. ഫിക്കർ रहने वाले जो होते हैं उन्हें कभी भी सफलता नहीं मिलती. ബാബയുടെ ചിന്തയില് അല്ലെ ചിന്താകുലരായിരിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും സഫലത ലഭിക്കുകയില്ല. ചിന്താകുലരായിരിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും സഫലത ലഭിക്കുകയില്ല. ബാബ പറയണ, നമ്മൾ ചിന്താകുലരാകുമ്പോൾ എന്താ സംഭവിക്കുക? ഫിക്കർമേക്ക് സമയ ശക്തി വ്യർത്ഥ ഗവാദത്തെ. ചിന്താകുലതയിൽ തന്നെ നമ്മൾ നമ്മുടെ സമയവും ശക്തിയും എല്ലാം പാഴാക്കി കളയും അല്ലേ. അപ്പൊ ബാബ പറയാണ്, ചിന്താകുലത നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുമ്പോ നമ്മുടെ ശക്തി ഒരുപാട്, സമയവും ശക്തി ഒരുപാട് വ്യർത്ഥമായി പോകുന്നു. ജിസ് കാം കെ ലിയെ ഫിക്കർ കർത്തെ ഹോ വോ കാം ബിഗാർ ദേത്തെ. അവർ നമ്മൾ ചിന്താകുലരാകുമ്പോഴേക്കും എന്താ സംഭവിക്കുക? ഏത് കാര്യത്തെ കുറിച്ചാണോ നമ്മൾ ചിന്താകുലരാകുന്നത് ആ കാര്യം നമ്മൾ കൊളാക്കും അല്ലെ, ആ കാര്യം നമ്മൾ മോശമാക്കും. അപ്പൊ ഏത് കാര്യത്തെ കുറിച്ചാണ് നമുക്ക് ചിന്താകുലത ഉള്ളത് അല്ലെ, നമ്മള് എന്ത് സംഭവിക്കുന്നു? നമ്മൾ ചെയ്യുന്ന ആ കാര്യം നന്നായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല, അത് കുളമാകും. इसलिए आप निश्चिंत रहते हो, इसलिए समय पर श्रेष्ठ टचिंग होती है. ചിന്താകുലതകൾ ഇല്ലാതെ നിശ്ചിന്തരായിരിക്കുന്ന കുട്ടികൾ, ബാബയുണ്ട്, വലിയ ബാബയുണ്ട് അല്ലെ, അങ്ങനെ നിശ്ചിന്തരായിരിക്കുന്ന കുട്ടികൾക്ക് തക്ക സമയത്ത് ഭഗവാന്റെ ശ്രേഷ്ഠ ടച്ചിങ് ലഭിക്കും. തക്ക സമയത്ത് നമ്മുടെ മനസ്സിൽ ഭഗവാൻ തോന്നലുണ്ടാക്കും എന്താണ് ചെയ്യേണ്ടത് അല്ലെ, ആ ടച്ചിങ് നമുക്ക് ലഭിക്കുന്നു. സഫലത മിൽ ജാതി. അപ്പൊ തക്ക സമയത്ത് നമുക്ക് വേണ്ട ടച്ചിങ് ലഭിക്കുന്നു. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നുള്ള ടച്ചിങ് ലഭിക്കുന്നു, സേവനത്തിന്റെ സഫലതയും ലഭിക്കുന്നു. അപ്പൊ ബാബ എന്താ പറഞ്ഞത്? ഏതൊരു കാര്യം ചെയ്യുമ്പോഴും സദാസ്മൃതിയിൽ ഉണ്ടായിരിക്കണം, വലിയ അച്ഛൻ ഇരിക്കാണ്. അപ്പൊ നമ്മുടെ സ്ഥിതി വളരെ നിശ്ചിതമാകും. ഈ നിശ്ചിത സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ ഏറ്റവും വലിയ ചക്രവർത്തിയായി തീരാൻ സാധിക്കും. ആദ്യം നമ്മൾ ചിന്താകുലതയുടെ ചക്രവർത്തിയായിരുന്നു, ഇപ്പൊ നമ്മൾ ചിന്തയില്ലാത്ത ചക്രവർത്തികളായി. അപ്പൊ ചിന്താകുലത നമ്മൾ പുലർത്തുമ്പോൾ ഒരിക്കലും നമുക്ക് സഫലത ലഭിക്കുന്നില്ല. നമ്മള് ചിന്താകുലതയിൽ ഇരിക്കുമ്പോൾ പല പല ചിന്താകുലതകളിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുമ്പോ നമുക്ക് നിശ്ചിത ചക്രവർത്തികളായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ലോകത്തിലെല്ലാവരും ചിന്താകുലരാണ്, പക്ഷെ കുട്ടികളാണ് നിശ്ചിത ചക്രവർത്തികൾ.
അല്ലെ? ചിന്താകുലരായിരിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും സഫലത ലഭിക്കില്ല. കാരണം അവരാകെ സംശയം നിറഞ്ഞ മനസ്സിലാണ്, ആകുലതകളാണ്, വ്യാകുലതകളാണ്. അപ്പൊ അവർക്ക് സഫലത ലഭിക്കുന്നില്ല. അവര് അവരുടെ ചിന്താകുലതകളിൽ തന്റെ സമയവും ശക്തിയും ഒക്കെ നഷ്ടപ്പെടുത്തി കളയാണ്. ഏത് കാര്യത്തിന് വേണ്ടിയാണോ നമ്മൾ ചിന്താകുലരാകുന്നത് ആ കാര്യം നമ്മൾ ഒന്നുകൂടി വഷളാക്കും. അതുകൊണ്ട് ബാബു എന്താ പറഞ്ഞത്? കുട്ടികൾ നിശ്ചിന്തരായിരിക്കണം. നിശ്ചിന്തരായിരിക്കുമ്പോഴാണ് വേണ്ട സമയത്ത് തക്ക സമയത്ത് ബാബയുടെ ടച്ചിങ് നമുക്ക് ലഭിക്കുന്നത്, സേവനത്തിൽ സഫലതയും ലഭിക്കുന്നത്. സ്ലോഗൻ ज्ञान स्वरूप आत्मा वो है जिनका हर संकल्प हर सेकंड समर्पित. ജ്ഞാനസ്വരൂപ ആത്മാവ് എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ സങ്കല്പവും ഓരോ സെക്കൻഡ് സമർത്ഥമായിരിക്കും, ശക്തിശാലിയായിരിക്കും. അവരാണ് ജ്ഞാനസ്വരൂപ ആത്മ. ജ്ഞാനത്തിനെ ദിവസവും പഠിപ്പിക്കുന്ന പാഠങ്ങൾ ധാരണ ചെയ്യുന്ന കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഓരോ സങ്കല്പവും ശക്തിശാലിയാണ്, അവരുടെ ഓരോ സെക്കൻഡ് ശക്തിശാലിയാണ്. അവരൊന്നും വ്യർത്ഥമാക്കി കളയില്ല. ഓം ശാന്തി. ഇന്ന് ബാബ നമ്മുടെ നിശ്ചിന്ത ചക്രവർത്തി